കേരള PSC അടുത്തിടെ ചോദിച്ച ബയോളജിയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. തന്നിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ടൈപ്പ് 2 പ്രമേഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ജുവനൈൽ ഡയബറ്റിസ് എന്നറിയപ്പെടുന്നു, ജീവിതശൈലി രോഗമായി കരുതപ്പെടുന്നു, ഇൻസുലിൻ ആശ്രിത പ്രമേഹം എന്നറിയപ്പെടുന്നു, ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്ന് അറിയപ്പെടുന്നു. ഇതിൽ ഫസ്റ്റ് പ്രസ്താവനയിൽ ജുവനൈൽ ഡയബറ്റിസ് എന്നറിയപ്പെടുന്നത് ടൈപ്പ് 1 പ്രമേഹമാണ്. അത് കുട്ടികളിലാണ് വരുന്നത്, അതുകൊണ്ടാണ് അതിനെ ജുവനൈൽ ഡയബറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് നമ്മുടെ ആൻസർ അല്ല, എയും ബിയും അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യും. ജീവിതശൈലി രോഗമായിട്ട് കരുതപ്പെടുന്നതാണ് ടൈപ്പ് 2 പ്രമേഹം. അതായത് അമിതവണ്ണമുള്ളവരിലാണ് അധികവും ടൈപ്പ് 2 പ്രമേഹം കാണപ്പെടുന്നത്. ഇൻസുലിൻ ആശ്രിത പ്രമേഹം എന്നറിയപ്പെടുന്നു, അത് തെറ്റായ പ്രസ്താവനയാണ്. ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്നറിയപ്പെടുന്നു, അത് ശരിയായ പ്രസ്താവനയാണ്. സോ ആൻസർ 2, 4 എന്നിവ ശരിയാണ്. ടൈപ്പ് 2 പ്രമേഹം ജീവിതശൈലി രോഗമായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹമാണ്. ടൈപ്പ് 1 കുട്ടികളിലാണ് വരുന്നത്, ടൈപ്പ് 2 ആണ് മുതിർന്നവരിൽ വരുന്നത്. ടൈപ്പ് 2 ആണ് ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, ടൈപ്പ് 1, ടൈപ്പ് 2 പ്രമേഹങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലാണ്. ടൈപ്പ് 1ൽ ശരീരത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല, ഓട്ടോ ഇമ്മ്യൂണൽ രോഗമാണിത്. എന്നാൽ ടൈപ്പ് 2 പ്രമേഹത്തിൽ ശരീരം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുമെങ്കിലും അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ശരീരത്തിന് സാധിക്കുന്നില്ല. കേരള ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കുന്ന മറ്റു പദ്ധതികൾ തന്നിരിക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഈ ഓപ്ഷനിൽ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഓപ്ഷൻ ആർദ്രമാണ്. ആർദ്രം എന്ന് പറയുകയാണെങ്കിൽ സർക്കാർ ഹോസ്പിറ്റലുകളിൽ ഔട്ട് പേഷ്യൻ്റ് സൗകര്യമെല്ലാം മികച്ചതാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സ്കീമാണ് ആർദ്രം പദ്ധതി. അതുകൊണ്ട് തന്നെ അതൊരിക്കലും അമൃതം ആരോഗ്യത്തിന് കീഴിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയല്ല. അപ്പോൾ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. ഇനി വരുന്നത് നയനാമൃതമാണ്. നയനാമൃതം എന്ന് പറയുകയാണെങ്കിൽ നേത്ര രോഗങ്ങൾ, അതിപ്പം ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം നേത്ര രോഗങ്ങൾ വരും. അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ടാണ് നയനാമൃതം. പാദസ്പർശം തന്നെ ഡയബറ്റിക്സ് രോഗികളിലൊക്കെ നമുക്കറിയാം, അവരുടെ പാദത്തിന് കാല് മുറിച്ചു മാറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് പാദസ്പർശം. നാലാമത്തേത് സിറസ് ആണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം, കാരണം നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തതാണ്. ഇതിൻ്റെ ആൻസർ 1, 3, 4 എന്നിവ ശരിയാണ്. ആർദ്രം തെറ്റാണ്. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1, 2 and 4. സിറസ് എന്നാൽ സ്ട്രോക്ക് ഐഡൻറ്റിഫിക്കേഷൻ, റീഹാബിലിറ്റേഷൻ, അവയർനെസ് ആൻഡ് സ്റ്റെബിലൈസേഷൻ പ്രോഗ്രാം. സ്ട്രോക്ക് ഐഡൻറ്റിഫിക്കേഷൻ, റീഹാബിലിറ്റേഷൻ, അവയർനെസ് ആൻഡ് സ്റ്റെബിലൈസേഷൻ പ്രോഗ്രാം. സിറസ്ന്ന് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ ഓപ്ഷനായിട്ട് വരുമ്പം ഇനി മേ ബി അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കും ചോദിക്കാം. ലോഞ്ച്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള, ദിസ് പബ്ലിക് ഹെൽത്ത് ഇനീഷ്യേറ്റീവ് ഈസ് ഡിസൈൻഡ് ടു tackle the rising cases of strokes by providing timely, high-quality stroke care and management at government hospitals. ഹൈഡ്രാർക്ക് എന്ന പാരിസ്ഥിതിക അനുക്രമത്തിൽ തന്നിരിക്കുന്ന വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക. സസ്യപ്ലവക ഘട്ടം, പുല്ലുകൾ നിറഞ്ഞ ചതുപ്പുഘട്ടം, മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടം, കുറ്റിച്ചെടികൾ ഉൾപ്പെട്ട ഘട്ടം, മുങ്ങിക്കിടക്കുന്നതും ഒഴുകി നടക്കുന്നതുമായ സസ്യങ്ങളുടെ ഘട്ടം. ഓപ്ഷൻ സി ആണ് ആൻസർ. എ, സി, ഇ, ബി, ഡി. ആദ്യം സസ്യപ്ലവക ഘട്ടമാണ്, അതിനുശേഷം മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടം, പിന്നീട് മുങ്ങിക്കിടക്കുന്നതും ഒഴുകി നടക്കുന്നതുമായ സസ്യങ്ങളുടെ ഘട്ടം, അതിനുശേഷം പുല്ലുകൾ നിറഞ്ഞ ചതുപ്പ് ഘട്ടം, ലാസ്റ്റ് കുറ്റിച്ചെടികൾ ഉൾപ്പെട്ട ഘട്ടം. ഓപ്ഷൻ സി ആണ് ആൻസർ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു, കേരളത്തിലെ 18ാമത്തെ വന്യജീവി സങ്കേതമാണ്. ഈ 2 പ്രസ്താവനകളുമാണ് ശരി. 1, 2 എന്നിവ ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ ശ്വാസകോശത്തിലെ വായുവിനിമയവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന അളവുകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതിൽ ശരിയായത് ഓപ്ഷൻ ബി, 2, 3 എന്നിവ ശരിയാണ്. ശ്വസന വ്യാപ്തം എന്നാൽ 500 ml ആണ്.
അതുപോലെ തന്നെ ശിഷ്ടവ്യാപ്തം എന്നാൽ 1100 മുതൽ 1200 മില്ലി ലിറ്റർ ആണ്. ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം 2500 ടു 3000 മില്ലി ലിറ്റർ. നിശ്വാസ സംഭരണ വ്യാപ്തം 1000 ടു 1100 മില്ലി ലിറ്റർ. അപ്പം നമ്മുടെ ശരിയായ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 4ഉം പരസ്പരം ക്രോസ് ചെയ്തു മാറിപ്പോയി. ഇതുപോലത്തെ വളരെ പ്രിസൈസ് ആൻഡ് ക്യാപ്സ്യൂൾ ഫോമിലുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്ന എക്സാംസിനെല്ലാം വേണ്ടിയിട്ട് വളരെ ഫലപ്രദമായ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. നമുക്ക് ഡെയിലി ക്ലാസ്സസ് ഓൺഗോയിങ് ആണ്.